വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. ഇതിനെ ADHD എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ADHD? അതുപോലെ തന്നെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ ഹാവിങ് ADHD ആൻഡ് കോസസ് ഓഫ് ADHD, ടൈപ്സ് ഓഫ് ADHD ആൻഡ് റെമഡീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെൻ്റൽ ഡിസോർഡർ ദാറ്റ് അഫക്ട് ചിൽഡ്രൻ. കുട്ടികളെ ബാധിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു മെൻ്റൽ ഡിസോർഡറാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇറ്റ് അഫക്ട്സ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ആൻഡ് ക്യാൻ കണ്ടിന്യൂ ഇൻ ടു അഡൾട്ട്. ഇത് കുട്ടികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അഡോളസൻസ് ഏജിലുള്ള കുട്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. ചിലപ്പോൾ അത് അഡൾട്ടിലേക്കും കൂടി ചില സമയങ്ങളിൽ അഡൾട്ടിലും കാണപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള മെൻ്റൽ ഡിസോർഡേഴ്സ്. ഇറ്റ്സ് കാർഡിനൽ സിംറ്റംസ് ഇൻക്ലൂഡ് ഡെവലപ്മെൻ്റലി ഇൻഅപ്രോപ്രിയേറ്റ് കോൺസെൻട്രേഷൻ, ഡെവലപ്മെൻ്റലി ഇൻഅപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് അറ്റൻഷൻ, ആക്ടിവിറ്റി ആൻഡ് ഡിസ്ട്രാക്റ്റബിലിറ്റി, ഇമ്പൾസിവിറ്റി. പലതരത്തിലുള്ള സിംറ്റംസാണ് ഇത്തരത്തിലുള്ള ADHD ഉള്ള ആളുകളിൽ കാണപ്പെടുന്നത്. എന്താണ് അവരുടെ അറ്റൻഷൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, അതുപോലെ ഡിസ്ട്രാക്റ്റബിലിറ്റി, ഇതിലെല്ലാം അവരുടെ ഏജുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് അറ്റൻഷൻ ആയിരിക്കും, കോൺസെൻട്രേഷൻ ആയിരിക്കും, ആക്ടിവിറ്റി ആയിരിക്കും, ഡിസ്ട്രാക്റ്റബിലിറ്റി ആയിരിക്കും, ഇമ്പൾസിവിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ADHDയുടെ വേറൊരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ സംടൈംസ് ഇറ്റ് ഹാവ് എ ലോങ് ടേം അഡ്വേഴ്സ് ഇഫക്ട്സ് ഓൺ അക്കാദമിക് പെർഫോമൻസ്. എന്താണ് ഈ ഒരു ADHD ഉള്ള കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസിലും ഇതിൻ്റെ ഒരു ഇഫക്ട്സ് നമ്മൾക്ക് അഡ്വേഴ്സ് ഇഫക്ട്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ വൊക്കേഷണൽ സക്സസ്സുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സോഷ്യൽ ഇമോഷൻ ഡെവലപ്മെൻറ്റ്, ഇതിലെല്ലാം ഇവരുടെ ഈ ADHD ഉള്ള വ്യക്തികളുടെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് മൂലം ഒരു അഡ്വേഴ്സ് ഇഫക്ട്സ് ഈ പറയുന്ന മേഖലകളിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി എന്താണ് ഒരു ADHD ചിൽഡ്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഏതൊക്കെ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സാണ് അവരിൽ കാണപ്പെടുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ADHD ചിൽഡ്രൻ. ദ ഫസ്റ്റ് വൺ ഈസ് ഡിസ്ട്രാക്റ്റബിലിറ്റി. ഡിസ്ട്രാക്റ്റബിലിറ്റി മീൻസ് പുവർ സസ്റ്റെയിൻഡ് അറ്റൻഷൻ ടു ടാസ്ക്. എന്താണ് ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ടാസ്കിൽ കംപ്ലീറ്റ് അറ്റൻഷനോടുകൂടി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ടാസ്കിൻ്റെ പകുതി വെച്ചവർ വേണമെങ്കിൽ നിർത്തിപ്പോകാം. ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പുവർ സസ്റ്റെയിൻഡ് അറ്റൻഷൻ ടു ടാസ്ക്. ടാസ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പുവർ അറ്റൻഷനെയാണ് നമ്മൾ ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾക്ക് അറ്റൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടാസ്ക് നമ്മൾ ചെയ്യില്ല അല്ലേ. അപ്പോൾ എന്താണ് പകുതി വെച്ച് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കുറച്ച് ചെയ്ത് ഒരു പക്ഷേ അത് നിർത്തി വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാം. ആൻഡ് സെക്കൻഡ് വൺ ഇമ്പൾസിവിറ്റി. വേറെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നതാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഇംപയർഡ് ഇമ്പൾസ് കൺട്രോൾ ആൻഡ് ഡിലേ ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ. ഇമ്പൾസിവിറ്റി എന്ന് പറയുമ്പോൾ അവർ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ ADHD ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് ആൻസർ അറിയുമെങ്കിൽ ചാടി ആൻസർ പറയും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓരോരുത്തരോട് വരിയായി ചോദിച്ച് വരികയാണെങ്കിൽ അയാളുടെ ടേൺ എത്തുന്നതിന് മുന്നേ തന്നെ അയാൾക്ക് അതുവരെ ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല. അപ്പോൾ ഇമ്പൾസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സസീവ് ആക്ടിവിറ്റി ആൻഡ് ഫിസിക്കൽ റെസ്റ്റ്ലെസ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഓവറായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. ഒരിടത്ത് ഒതുങ്ങി ഇരിക്കാൻ ഫിസിക്കൽ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ഒരിടത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇരിക്കുക, സമാധാനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ or ADD, which is similar to ADHD except that the victim do not have excessive activity.
ഈ ADHDനെ പോലെ തന്നെയുള്ള വേറൊരു മെൻ്റൽ ഡിസോർഡറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ അഥവാ ADD എന്ന് പറയുന്നത്. ഇത് ADHDയുമായിട്ട് കുറേ കാര്യങ്ങൾക്ക് സിമിലറാണ്, പക്ഷേ ഒറ്റ കാര്യത്തിലാണ് ഒരു വ്യത്യാസം വരുന്നുള്ളൂ. എങ്ങനെയാണ്? ദ വിക്ടിംസ് ഡു നോട്ട് ഹാവ് ദ എക്സസീവ് ആക്ടിവിറ്റി. ഈ ADD ഉള്ള കുട്ടികൾക്ക് എക്സസീവ് ആക്ടിവിറ്റി ഉണ്ടാവില്ല, പക്ഷേ ADHD ഉള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി കാണാൻ നമ്മൾക്ക് സാധിക്കും. പക്ഷേ ADD ഉള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയുന്ന ആ ഒരു മെൻ്റൽ ഡിസോർഡർ ആണെന്ന് വെച്ചെങ്കിൽ അത് കുട്ടി ഓവർ ആക്റ്റീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എക്സസീവ് ആക്ടിവിറ്റി അവർക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ ADHDയിൽ നമ്മൾക്ക് എക്സസീവ് ആക്ടിവിറ്റി കാണാൻ. അടുത്തത് കോസസ് ഓഫ് ADHD. ദ ഫസ്റ്റ് കോസ് ഈസ് ഹെറിഡിറ്റി. എന്താണ് ഹെറിഡിറ്റി? ഈ പറയുന്ന ADHDക്ക് കാരണമാകാറുണ്ട്. നെക്സ്റ്റ് കോസ് ഈസ് ബ്രെയിൻ അനാട്ടമി ആൻഡ് ഡിസ്ഫങ്ഷൻ. ബ്രെയിനിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഫങ്ഷനിങ്ങിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ADHD ഉണ്ടാകും. നമ്മുടെ അറ്റൻഷനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആക്ടിവിറ്റി ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുറവ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതും എന്തിന് കാരണമാകാറുണ്ട്? ADHDക്ക് കാരണമാകാറുണ്ട്. ആൻഡ് അതർ ഫാക്ടേഴ്സ് ലൈക്ക് പുവർ ന്യൂട്രീഷൻ, ഇൻഫെക്ഷൻസ്, സബ്സ്റ്റൻസ് അബ്യൂസ്. ഈ കാരണങ്ങളിൽ ഇപ്പോൾ ഒരു മദർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പുവർ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ യൂസ്, സിഗരറ്റ് സ്മോക്കിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ADHDക്ക് കാരണമാകാറുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പോഷർ ടു ടോക്സിൻസ് ആൻഡ് ഇഞ്ചുറി ടു ദ ബ്രെയിൻ ഓർ ബ്രെയിൻ ഡിസോർഡർ. ഈ കാര്യങ്ങളും ADHD ഉണ്ടാവാനുള്ള കോസായിട്ട് മാറാറുണ്ട്. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ADHD. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ADHD? ദർ ആർ 3 ടൈപ്സ് ഓഫ് ADHD: ഇൻഅറ്റൻറ്റീവ് ADHD, ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ADHD ആൻഡ് കമ്പൈൻഡ് ADHD. ഇങ്ങനെ 3 തരത്തിലുള്ള ADHD ആണ് കാണപ്പെടുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് ഇൻഅറ്റൻറ്റീവ് ADHD എന്നുള്ളത്? പ്രീഡൊമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ് ഓർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡിഫിക്കൽട്ടി പേയിങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ആൻഡ് ടെൻഡൻസി ടു മേക്ക് കെയർലെസ് മിസ്റ്റേക്സ് ഇൻ സ്കൂൾ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. ഇത്തരത്തിലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക്, പ്രീഡൊമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ് ഓർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദേ ഹാവ് ഡിഫിക്കൽട്ടി പേയിങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. അവരിപ്പോൾ ഒരു ടാസ്ക് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവർ മേക്ക് കെയർലെസ് മിസ്റ്റേക്സ്, അല്ലേ? സ്കൂൾ ആക്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അതിൽ ഉണ്ടാകും. അപ്പം സ്കൂൾ ആക്ടിവിറ്റീസിലൊക്കെ ഇത്തരത്തിലുള്ള ഈ അറ്റൻഷൻ കുറവ് കാരണം മിസ്റ്റേക്സുകൾ ഈ കുട്ടികൾ കാണിക്കാൻ അല്ലെങ്കിൽ വരുത്താൻ സാധ്യതയുണ്ട്. ദേ ആർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ബൈ ഇറലവൻറ്റ് സ്റ്റിമുലൈ. എന്താണ്? സാധാരണ മറ്റു കുട്ടികളെ ബാധിക്കാത്ത ചില സ്റ്റിമുലസുകളും ഇവരെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും. ആൻഡ് ഫ്രീക്വൻ്റ്ലി ഇൻറ്ററപ്റ്റിംഗ് ഓൺഗോയിങ് ടാസ്ക് ടു അറ്റൻഡ് to trivial noises or events that are usually ignored by others. ഇവർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുമെന്ന് പറഞ്ഞു. ഇറലവൻറ്റ് സ്റ്റിമുലൈ മൂലം ഇവർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുമെന്ന് പറഞ്ഞു, അല്ലേ? സാധാരണ ആളുകൾ നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടുന്ന ചില നോയ്സസുകൾ, ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പലതരത്തിലുള്ള നോയ്സസുകൾ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നോർമൽ കേസിൽ നമ്മൾ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് വിടാറാണ് പതിവ്, അല്ലേ? പക്ഷേ ഇത്തരത്തിലുള്ള പ്രോബ്ലമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ബൈ സച്ച് ഇറലവൻറ്റ് സ്റ്റിമുലൈ. അത്തരത്തിലുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലൈ കാരണം ഇവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടാസ്കിനെ അത് ഇൻട്രപ്റ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സ്റ്റിമുലൈകൾ എന്ന് പറയുന്നത് മറ്റു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ യൂഷ്വലി ഇഗ്നോർ ചെയ്ത് വിടുന്നതായിരിക്കും. അവർക്കത് ആ സ്റ്റിമുലൈ ഒന്നും അത്തരത്തിലുള്ള കുട്ടികളെ ഒരു ടാസ്കിൽ അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റ് ചെയ്യാറുണ്ടാവില്ല. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
ചെറിയ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ ഭയങ്കര ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിൽ ഇൻറ്ററപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് inability to sustain attention on tasks or activities and has problems organizing daily tasks. പിന്നെ എന്താ അവർക്കുള്ള പ്രോബ്ലം എന്താണ്? They have inability to sustain attention. അവർക്ക് അറ്റൻഷൻ നിലനിർത്താനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. ഒരു ടാസ്കിൽ ചെയ്യുന്ന സമയത്ത് അറ്റൻഷൻ നിലനിർത്താൻ, അതുപോലെ തന്നെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഒരു അറ്റൻറ്റീവായിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഹാവ് പ്രോബ്ലം ഓർഗനൈസിങ് ഡെയിലി ടാസ്കുകൾ ഓർഗനൈസ് ചെയ്യുന്നതിലും അവർക്ക് പ്രോബ്ലം ഫീൽ ചെയ്യാറുണ്ട്. ദെൻ ഡിഫിക്കൽട്ടി ഫിനിഷിംഗ് സ്കൂൾ വർക്ക് ഓർ പേപ്പർ വർക്ക് ഓർ പെർഫോമിംഗ് ടാസ്ക് that require concentration and frequent shift from one uncompleted activity to another. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? they have faced difficulty in finishing school വർക്ക്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പേപ്പർ വർക്ക്സുകൾ, എന്തെങ്കിലും പെർഫോമിംഗ് ടാസ്കുകൾ, ഇതിലെല്ലാം അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്? അവർക്ക് കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിൽ കുറേ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവരെങ്ങനെയാണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് തന്നെ വേറൊരു കാര്യത്തിലേക്ക് പോവുക തുടങ്ങിയ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇവർ കാണപ്പെടാറുണ്ട്. ഫോർഗെറ്റ്ഫുൾനെസ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ് ആൻഡ് ഓഫൺ ലോസ് തിങ്സ് ഇൻക്ലൂഡിങ് പേഴ്സണൽ ഐറ്റംസ്. എന്താണ്? ഡെയിലി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ അവർ കുറേ കാര്യങ്ങൾ മറന്നു പോകും. അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ തിങ്സുകൾ നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യത. അടുത്തത് ഫ്രീക്വൻറ്റ് ഷിഫ്റ്റ് ഇൻ കോൺവെർസേഷൻ. അവർ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വേറൊരു കാര്യത്തിലേക്ക് പോകും. അതുപോലെ തന്നെ നോട്ട് ലിസണിങ് ടു അതേഴ്സ്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു എന്താ പറയുക ക്ഷമ അവരിലും ഉണ്ടാവില്ല. ഓൺ നോട്ട് കീപ്പിംഗ് വൺസ് മൈൻഡ് ഇൻ കോൺവെർസേഷൻസ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരുടെ പ്രത്യേകത. ആൻഡ് നോട്ട് ഫോളോയിങ് ഡീറ്റെയിൽസ് ഓർ റൂൾസ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ അവർ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഫോളോ ചെയ്യേണ്ട റൂൾസിനെ കുറിച്ചൊന്നും അവർ ഫോളോ ചെയ്യില്ല. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അയാൾ പറയുന്നത് കേൾക്കണം, എന്നിട്ട് നമ്മൾ സംസാരിക്കണം, അങ്ങനത്തെ ആ റൂൾസുകളൊന്നും അവർക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകും. മറ്റു വ്യക്തി എന്താണോ പറയുന്നത് അത് കേൾക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ, ഒരു ക്ഷമയൊന്നും അവർക്ക്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ADHD ആണ് പ്രീഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്ടിവിറ്റീവ് ഇമ്പൾസീവ് ADHD എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണും. അപ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ചൈൽഡ് വിത്ത് ADHD ഓഫൺ സ്കേർവ്സ്, ഫിജറ്റ്സ് ഓർ ബൗൺസ് വെൻ സിറ്റിംഗ്. എന്നാണ് അവർ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവും. ഒരു സമാധാനത്തിൽ ഒരു സ്ഥലത്ത് ഇരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഹി ഡസ് നോട്ട് stay seated as expected and get up frequently to walk or run around. നമ്മൾ ക്ലാസ് റൂമിൽ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കാനും ചുറ്റുവട്ടത്ത് നടക്കാനും അല്ലെങ്കിൽ ഒന്ന് ഓടാനും ഒക്കെയുള്ള സാധ്യത ഇത്തരത്തിലുള്ള കുട്ടികൾ കൂടുതലാണ്. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവാണ് അവർ. ഒരു സൈലൻ്റായി ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടാതെ ഒരിടത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഹാസ് ഡിഫിക്കൽട്ടി പ്ലേയിങ് ക്വയറ്റ്ലി ആൻഡ് ടോക്ക് എക്സസീവ്. അതുപോലെ തന്നെ അവർക്ക് വേറൊരു പ്രശ്നം എന്താണ്? സമാധാനപരമായി ഒരു കളിയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ഒരുപാട് നന്നായി സംസാരിക്കുക. ആൻഡ് ചൈൽഡ് ഈസ് സീൻ ആസ് ഓൾവേസ് മൂവിങ് സച്ച് ആസ് റണ്ണിങ് ഓർ ക്ലൈംബിങ് ഓൺ തിങ്സ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്താണ്? സീൻ ആസ് ഓൾവേസ് മൂവിങ്, എപ്പോഴും ചലിക്കുന്ന പോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതുപോലെ എന്തെങ്കിലും ഓടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിഞ്ഞു കയറുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കുട്ടി എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈപ്പർ ആക്റ്റീവാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും സിംറ്റംസ് ഒക്കെ ഉള്ളത് എന്താണ് സൂചിപ്പിക്കുന്നത്? ആ കുട്ടിയിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇമ്പൾസിവിറ്റി ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇംപേഷ്യൻസ് ആണ് ഒന്നാമത്തെ കാര്യം.
നെക്സ്റ്റ് വൺ ഡിഫിക്കൽട്ടി ഡിലേ റെസ്പോൺസസ്. ഒരു റെസ്പോൺസ് ഡിലേ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഡിലേ താങ്ങാനുള്ള ഇതുണ്ടാവില്ല, മനസ്സുണ്ടാവില്ല. ഒരു ചെറിയൊരു ഡിലേ പോലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലേട്ടിംഗ് ഔട്ട് ആൻസേഴ്സ് ബിഫോർ ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ക്വസ്റ്റ്യൻ ചോദിച്ച് തീരുന്നതിന് മുന്നേ തന്നെ ആൻസറുകൾ വിളിച്ചു പറയുന്ന സ്വഭാവക്കാരായിരിക്കും. ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ വെയിറ്റിംഗ് വൺസ് ടേൺ. നമ്മുടെ ടേൺ വരുന്നവരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയും അവർക്കുണ്ടാവില്ല. ആൻഡ് ദേ ആർ ഫ്രീക്വൻ്റലി ഇൻ്ററപ്റ്റിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ എപ്പോഴും ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനീഷ്യേറ്റിംഗ് കോൺവെർസേഷൻസ് അറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടൈംസ്. അതുപോലെ തന്നെ അവരെങ്ങനെയാണ്, ദേ ആർ ഇനീഷ്യേറ്റ് കോൺവെർസേഷൻ അറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടൈംസ്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ അവർ ഇത്തരത്തിൽ കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കാരണം അവർക്ക് ഇമ്പൾസിവിറ്റിയാണ് അവരിലുള്ളത്. അപ്പോൾ അവരുടെ ഒരു ആക്ഷൻ മൂലം ഉണ്ടാകാവുന്ന പ്രോബ്ലംസിനെ കുറിച്ചൊന്നും അവർ തിങ്ക് ചെയ്യില്ല. അപ്പോൾ എപ്പോഴാണോ സംസാരിക്കാൻ തോന്നിയത് അപ്പം തന്നെ അവർ സംസാരിച്ച് തുടങ്ങും. ഡാഷ് അറൗണ്ട് ടച്ചിങ് ഓർ പ്ലേയിങ് വിത്ത് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ദി സൈറ്റ്. എന്താണ്, എപ്പോഴും ചുറ്റുവട്ടത്തും കാണപ്പെടുന്ന എന്തെങ്കിലും വസ്തുക്കളിൽ തൊടുകയോ അല്ലെങ്കിൽ നടക്കുകയോ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അത് ഇമ്പൾസിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സിംറ്റംസാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് കമ്പൈൻഡ് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ആൻഡ് ഇൻഅറ്റൻറ്റീവ് ADHD. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ആൻഡ് ഇൻവോൾവ്സ് കോമ്പിനേഷണൽ സിസ്റ്റംസ് ഓഫ് ADD ആൻഡ് ഹൈപ്പർ ആക്റ്റീവ് ADHD. ഈ കമ്പൈൻഡ് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ആൻഡ് ഇൻഅറ്റൻറ്റീവ് ADHD എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ADDയുടെയും ADHDയുടെയും ഒരു കോമ്പിനേഷൻസ് ആണ്. അത് രണ്ടിൽ കാണപ്പെടുന്ന സിംറ്റംസും ഇത്തരത്തിലുള്ള കുട്ടികളിൽ കാണപ്പെടും. അത് സാധാരണഗതിയിൽ കോമൺ ആയി കാണപ്പെടുന്ന ഒരു മെൻ്റൽ ഡിസോർഡറാണ് കമ്പൈൻഡ് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ആൻഡ് ഇൻഅറ്റൻറ്റീവ് ADHD എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ADHD ഉള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ADD ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ലേണിംഗ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരിൽ കാണുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊക്കെ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഅറ്റൻഷൻ ആൻഡ് പുവർ കോൺസെൻട്രേഷൻ. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ ADHD ഉള്ള കുട്ടികളിൽ നമുക്കറിയാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇമ്പൾസിവിറ്റി, ലാംഗ്വേജ് ഡെഫിസിറ്റ്, ലിസണിങ് ആൻഡ് റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ പുവർ സ്പോക്കൺ ലാംഗ്വേജ്, റിട്ടൺ ലാംഗ്വേജിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പുവർ ഓർഗനൈസേഷൻ സ്കിൽസ് ആയിരിക്കും, അതുപോലെ പുവർ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ആയിരിക്കും, പുവർ മെമ്മറി ആയിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ADHD അല്ലെങ്കിൽ ADD ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്നത്. ഇനി എന്തൊക്കെ റെമഡീസാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ADHD അല്ലെങ്കിൽ ADD ഉള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ട്രീറ്റ്മെൻറ്റ് ഫോർ ADHD typically includes behavior therapies and medication or both. ഈ ADD ഉള്ള അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികളിൽ നമ്മൾ സാധാരണഗതിയിൽ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണുന്നത് ബിഹേവിയർ തെറാപ്പീസ് നടത്താറുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ മെഡിക്കേഷനോ അല്ലെങ്കിൽ ഇത് രണ്ടും നടത്താറുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ADHDയുടെ സിവിയറിറ്റിക്ക് അനുസരിച്ച് ഈ ബിഹേവിയർ തെറാപ്പിയോ അല്ലെങ്കിൽ മെഡിക്കേഷനോ അല്ലെങ്കിൽ ഇത് രണ്ടും സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്. ടൈപ്സ് ഓഫ് തെറാപ്പി ഇൻക്ലൂഡ് സൈക്കോതെറാപ്പി ഓർ ടോക്ക് തെറാപ്പി. With the talk therapy, you or your child will discuss how ADHD affects your child and ways to help you manage it. എന്നപ്പോൾ തെറാപ്പി എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പി ഉൾപ്പെടുത്തണം, അപ്പോൾ തന്നെ ടോക്ക് തെറാപ്പി നമ്മൾ റെമഡീസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ടോക്ക് തെറാപ്പിയിൽ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ കുട്ടിയോടും അതുപോലെ തന്നെ കുട്ടിയുടെ പാരൻറ്റിനോടും ADHDനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നടത്താറ്. എങ്ങനെയാണ് ADHD ഒരു വ്യക്തിയുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടോക്ക് തെറാപ്പിയിലൂടെ. Another therapy type is behavior therapy. This therapy can help you or your child with learning how to monitor and manage your behavior. ബിഹേവിയർ തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, അതിലൂടെ അവർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഹൗ ടു മോണിറ്റർ ആൻഡ് മാനേജ് ബിഹേവിയർ. എങ്ങനെയാണ് ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇമ്പൾസിവിറ്റിയാണ് വ്യക്തിയിലുണ്ടാവുക, ഹൈപ്പർ ആക്ടിവിറ്റി ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബിഹേവിയറിനെ മാനേജ് ചെയ്യുക എന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതാണ് നമ്മുടെ ബിഹേവിയറൽ തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Medication can also be very helpful when you are
ലിവിങ് വിത്ത് ADHD. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ADHD ഉള്ള ആളുകൾക്ക് മെഡിക്കേഷനും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ADHD മെഡിക്കേഷൻസ് ആർ ഡിസൈൻ ടു അഫക്ട്സ് ബ്രെയിൻ കെമിക്കൽസ് ഇൻ എ വേ ദാറ്റ് എനേബിൾസ് യു ടു ബെറ്റർ കൺട്രോൾ യുവർ ഇമ്പൾസസ് ആൻഡ് ആക്ഷൻ. അപ്പോൾ ഈ മെഡിക്കേഷൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യാവുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗത്തിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ADHD ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഈ ADHD മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ ബ്രെയിൻ കെമിക്കൽസിനെ അവർ നമ്മുടെ ഇമ്പൾസിനെ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി അതിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽസ് ആയിരിക്കും ഇത്തരത്തിലുള്ള മെഡിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാകുക. അപ്പോൾ മെഡിക്കേഷനിലൂടെയും നമ്മൾക്ക് ഇതിന് റെമഡീസ് ഉണ്ട്, അതുപോലെ ബിഹേവിയർ തെറാപ്പി നടത്താം, അല്ലെങ്കിൽ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടും നമ്മൾക്കിതിനെ. അടുത്തത് നാച്ചുറൽ റെമഡീസ് ഫോർ ADHD. ഈ നമ്മൾ പറഞ്ഞ ബിഹേവിയർ തെറാപ്പി, അതുപോലെ തന്നെ ടോക്ക് തെറാപ്പി, അതുപോലെ മെഡിക്കേഷൻ, ഇതല്ലാണ്ട് നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫോർ സ്റ്റാർട്ടേഴ്സ്, following a healthy lifestyle may help you and your child manage ADHD symptoms. എന്താണ്, നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ഈ കുട്ടികളിൽ കാണപ്പെടുന്ന ADHD സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ദ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ട്രസ്റ്റഡ് സോഴ്സ് റെക്കമെൻഡഡ് ദ ഫോളോയിങ്. അവർ ഈ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ട്രസ്റ്റഡ് സോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ പറയുന്നത്, ഈറ്റ് എ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ എങ്ങനത്തെ ഫുഡായിരിക്കണം കഴിക്കേണ്ടത്, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുന്ന ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 60 minutes ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി പെർ ഡേ. ഒരു ദിവസം 60 minutes ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്. നമുക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് ഉറങ്ങാൻ പറ്റണം, നല്ല ഉറക്കം കിട്ടണം നമുക്ക്. അതുപോലെ തന്നെ ലിമിറ്റ് ഡെയിലി സ്ക്രീൻ ടൈം ഫ്രോം ഫോൺ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് TV. നമ്മളറിയാം ഇപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഫോണുകളിലും കമ്പ്യൂട്ടറിലും TVയിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഓരോ ദിവസം ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലിമിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പ്ലെൻറ്റി സ്ലീപ്പും അതുപോലെ ഫിസിക്കൽ 60 minutes ഫിസിക്കൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റും ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നാച്ചുറലായിട്ട് ഇത്തരത്തിലുള്ള സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾക്ക് ADHDയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.